പഠിച്ചതെല്ലാം ഓർമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. പെട്ടല്ലോ. വീട്ടിൽ പോയാലും പണി, സ്കൂളിൽ വന്നാലും പണി. മടുത്തു ഈ ജീവിതം. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഐഡിയ. ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ടോമി? നാളെ വരുമ്പോൾ എനിക്കുള്ള ഹോംവർക്ക് കൂടി ചെയ്തുകൊണ്ട് വരുമോ? അയ്യടാ, നിനക്കെന്താ ചെയ്താൽ? സിമ്പിൾ. മടി. പിന്നെ വീട്ടിൽ പോയാ കളിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെ. പ്ലീസ്, നല്ല മോളല്ലേ, ചാർട്ടൊക്കെ ചെയ്തു തരാം. പക്ഷേ അങ്ങനെ ചെയ്തു തന്നാൽ എനിക്കെന്താ ഗുണം? നീ നാളെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ എന്റെ വക ചോക്ലേറ്റ്. ഡീൽ? ഡൺ. കഴിഞ്ഞില്ലേ മോളെ? നേരെ ഒരുപാടായല്ലോ. ഇത് തന്നെയല്ല നീ കുറച്ചു മുന്നേ ചെയ്തു കഴിഞ്ഞത്. ഇതെന്താ, എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത്? ടീച്ചർ അങ്ങനെ പറഞ്ഞോ? അയ്യോ അമ്മേ, ഇത് എനിക്കല്ല, ടോമിക്കാണ്. അവന് വേണ്ടി ചെയ്തു കൊടുക്കുകയാ. ചെയ്തു കൊടുത്താൽ അവന് എനിക്ക് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ്. നിങ്ങളൊക്കെ തന്നെയാണ് അവനെ ഇത്രയും വഷളാക്കിയത്. അവന്റെ ഹോംവർക്ക് അവനല്ലേ ചെയ്യേണ്ടത്? അത് നീ ചെയ്തു കൊടുത്താൽ അവൻ എങ്ങനെയാണ് അത് പഠിക്കുക? അത് പിന്നെ അവന് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ. ചോക്ലേറ്റ്? ഇനി നീ ഇവന് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണട്ടെ. ടീച്ചറോട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ. എല്ലാവരും ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലേ? അതുപോലെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക തയ്യാറാക്കി കൊണ്ടുവരണം. ദൈവമേ, വീണ്ടും പെട്ടല്ലോ. ഹോംവർക്ക് നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. ആ ജോമി തന്നെ ശരണം. ജോമി, ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞ ചോക്ലേറ്റ്. പിന്നെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക കൂടി എഴുതി തരണേ. നാളെ ഞാൻ 2 ചോക്ലേറ്റ് തരാം. അയ്യടാ, ഇല്ലട്ടോ. ഇന്നലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. നിന്റെ ഹോംവർക്ക് ഇനി മുതൽ നീ തന്നെ എഴുതിയാൽ മതി, എന്നെ നോക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം. ഐസ്ക്രീമോ? ലാസ്റ്റ് ആണേ, ഇനി ഞാൻ എഴുതി തരില്ല. ഓക്കെ, ഡീൽ. ടോമി, നിനക്ക് നാളേക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ ചെയ്യാൻ? അതൊക്കെ അവൾ ചെയ്തു. അല്ല, ഞാൻ ചെയ്തു. ഹാവൂ, എന്ത് സുഖം. വീട്ടിൽ വന്ന ഫുൾ റെസ്റ്റ്. ഹോംവർക്ക് മുഴുവനും അവൾ ചെയ്തോളും. ടീച്ചറുടെ അടുത്ത് നിന്ന് ചീത്തയും കേൾക്കണ്ട. ഇന്നലത്തെ ഹോംവർക്ക് അലക്സ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ എത്തിക്കണം. ശരി ടീച്ചർ. ജോമിയെ ഇന്ന് കണ്ടില്ലല്ലോ. അവൾ ഇത് എവിടെ പോയി? അലക്സ്, ടോമി എവിടെ പോയി? അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് സുഖമില്ല. 2 ആഴ്ചയിലേക്ക് മെഡിക്കൽ അവധിയിലാണ്. ഈശ്വര, പെട്ടല്ലോ. എന്താ, എന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ല. ഞാൻ എന്റെ നോട്ട് എടുക്കാൻ മറന്നു. ടീച്ചർ, ടോമി ഇന്ന് നോട്ട് എടുക്കാൻ മറന്നു പോലും. മറന്നവരൊക്കെ നാളെ വരുമ്പോ 2 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വന്നാ മതി. എനിക്ക് തന്നെ എഴുതിയാൽ മതിയായിരുന്നു. ഇനി ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്തോളാം. ഇതോടുകൂടെ മതിയായി. ഒരു കിളിയുടെ സൗണ്ട് അല്ലേ ആ കേൾക്കുന്നത്? ദേ നോക്ക്, ഒരു പാവം കിളി താഴെ വീണ് കിടക്കുന്നു. നോക്കൂ അലക്സ്, ഇതിന്റെ കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉന്നം? ആ കിളി വീണത് കണ്ടില്ലേ? നീയാണല്ലേ കിളിയെ എറിഞ്ഞു
എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉവ്വ്, നിന്റെ അമ്മയോട് പറഞ്ഞ് ഇതിനുള്ള സമ്മാനം വാങ്ങി തരുന്നുണ്ട്. അമ്മയോട് എന്തിനാ പറയുന്നേ? പിന്നെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കണോ? അവർക്കും നമ്മളെ പോലെ വേദനയും വികാരങ്ങളും ഉണ്ട് ടോമി. അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല അലക്സ്. നീ വന്നേ, അവന് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അമ്മ പറഞ്ഞു കൊടുക്കും. നമുക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കാം. വാ. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ എന്റെ ഏറൊക്കെ കൃത്യം കൊള്ളുമോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ. അമ്മേ, ഇത് കണ്ടോ? ടോമി ഈ കിളിയെ അവന്റെ ചവണ വെച്ചെറിഞ്ഞ് ഇതിന്റെ കാല് മുറിഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചത് ടോമി? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നോക്കട്ടെ. പാവം, അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. കരയുന്നത് കണ്ടില്ലേ? നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത്? മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നറിയില്ലേ? അത് പിന്നെ ആ കിളി എപ്പോഴും എന്റെ കയ്യിലെ ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഇന്ന് രാവിലെയും തട്ടിപ്പറിച്ചു. അതാ ഞാൻ ചവണ വെച്ചെറിഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം. നീ ഇവർ ചെയ്തത് കണ്ടില്ലേ? വീണ് കിടന്ന പാവം കിളിയെ എടുത്തുകൊണ്ടുവന്ന് അതിന് വേണ്ട ചികിത്സ ചെയ്തു കൊടുത്തു. എത്രമാത്രം വേദന നീ കാരണം ആ പാവം കിളി സഹിച്ചിട്ടുണ്ടാവും. സോറി അമ്മേ, ഇനി ഞാൻ ഒരു കിളിയെയും ഉപദ്രവിക്കില്ല. എന്നാൽ ടോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ. തീർച്ചയായും ആന്റി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കിളിയെ